ഹെഡ്മീൽ എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ചുമന്ന കളറിൽ സബ്സ്ക്രൈബ് എന്നെഴുതിയിരിക്കുന്നത് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ്ഡ് എന്നാക്കിയ ശേഷം അതിന്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കാണും. അതുകൂടി പ്രസ് ചെയ്താൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഇതൊരു നെല്ലിക്ക കൊണ്ട് അച്ചാറിട്ട ഒരു നെല്ലിക്ക കൊണ്ട് ഉണ്ടാക്കിയ ഒരു ചമ്മന്തിയാണിത്. അപ്പോൾ അതേപോലെ തന്നെ അച്ചാറും കൊണ്ട് വേറൊരു അച്ചാർ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ചമ്മന്തിയാണ്. ഇത് മിക്സിയിലൊക്കെ അരച്ചെടുത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. നമ്മൾ സാധാ പച്ച നെല്ലിക്ക കൊണ്ട് ചമ്മന്തി ഉണ്ടാക്കാറുണ്ട്, അതിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇതൊരു വെറൈറ്റി ചമ്മന്തി. ഇതാരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ, പറയണേ നിങ്ങളിതിങ്ങനെ ചെയ്യുന്നുണ്ടെന്നോ. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് നമുക്ക് കണ്ടിട്ട് വരാം. ഇതിൻ്റെ കൂടെ മീൻ വറുത്തതും ഈ ചമ്മന്തി ചോറ് മാത്രം മതി. ചോറ് തനിയേ ഇറങ്ങും, ചൂട് ചോറും. അപ്പോൾ ഇന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പല്ലിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, മുട്ടക്കറി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ ഗാലറി വെച്ചിട്ടുണ്ടായിരുന്നു. അച്ചാർ ഇട്ട് വെച്ചിരിക്കുകയാണ് നമ്മുടെ ഹെൽമെറ്റിലുള്ള ചേച്ചി. ആ അച്ചാറിനെ വെറൈറ്റി ആക്കി. ഹെൽമെറ്റിലുള്ള ചേച്ചി ജോസന്റെ ആരാ? എൻ്റെ വൈഫാണ്. അപ്പൊ ഇത് ഇട്ട് വെച്ചിരിക്കുക. അപ്പൊ ഇത് ഇവിടെ മിക്കവാറും ഇങ്ങനെ ഉണ്ടാക്കി വെക്കുവേ. നെല്ലിക്ക ഇട്ട സീസൺ ആവുമ്പോൾ മിക്കവാറും ഞാനിങ്ങനെ ഇട്ട് വെച്ചിരിക്കും. അപ്പോൾ ഓരോന്ന് ഇഷ്ടമുള്ളപ്പോൾ എടുത്ത് കഴിക്കാമല്ലോ. അപ്പോൾ ഇതിൽ നിന്നും പല പരീക്ഷണങ്ങളും ചെയ്യാറുണ്ട്. ഇതിൻ്റെ അച്ചാർ ഉണ്ടാക്കാറുണ്ട്. അതായത് അച്ചാറിൽ നിന്നും അച്ചാർ ഉണ്ടാക്കും. പിന്നെ കറി ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ ഇടാം. 1 2 എത്രണ്ണം വേണം? എടുത്ത് വെച്ചാൽ കൂടുതൽ, വെറുതെ തിന്നാനും നല്ല ടേസ്റ്റാണ്. 3 3 6 6 3 9 മതി. 9 നെല്ലിക്കയുണ്ട്. അത് ഇതിന്റെ ഈ വെള്ളം മാത്രം മതി നമുക്ക് ചോറിനകത്ത് ഒഴിച്ച് കഴിക്കാൻ. എൻ്റെ സ്ഥിരം പരിപാടിയാണ് ഇതൊക്കെ. ഈ നെല്ലിക്ക കട്ട് ചെയ്ത് ഇതിനകത്തോട്ടങ്ങ് ഇടാം. ഒരുപാട് ചെറുതുമല്ല, ഒരുപാട് വലുതുമല്ല. അത് കുഴപ്പമില്ല, ചവയ്ക്കാൻ ചതയണം ആ രീതിയിൽ. അപ്പോൾ ജോസാൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് കമൻറ്റ് ഇട്ടതൊക്കെ ജോസാൻ വായിക്കുന്നുണ്ടല്ലോ. കമൻറ്റ് വായിച്ച് ഇവിടെ തന്നെത്താൻ ഇത് ചിരിക്കുന്ന കാണാം. എന്തുവന്നോ എന്തോ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതാണ് പല്ലിൻ്റെ കമൻറ്റുകൾ. അത് അതിനകത്ത് ഏത് കമൻറ്റ് ഒത്തിരി ഇഷ്ടപ്പെട്ടെ? എല്ലാം ഇഷ്ടമാണ്. ഞാൻ ജയൻ്റെ കൂട്ടിരിക്കുക എന്നൊക്കെ പറയുന്നത് അത് പണ്ട് തൊട്ടേ എല്ലാവരും പറയുന്നേ. ഇടയ്ക്ക് ഇങ്ങോട്ടൊന്ന് നോക്കിയൊരു സ്മൈലൊക്കെ ആവും. ഇതൊന്ന് അരിഞ്ഞെടുത്താലേ. ഇപ്പോൾ കുറേ പേര് പറയുന്നത് ഇനിയും ചേച്ചിയും ചേട്ടനും കൂടെ വീഡിയോ ചെയ്താൽ മതി, രണ്ടുപേരോട് ഒരുമിച്ച് കുക്ക് ചെയ്താൽ മതി. ദിവസത്തിന് സമയമുള്ളപ്പം ഇപ്പോൾ സമയമുണ്ട്. അത് ഈ ഗാലറിയിൽ നിന്ന് ചെയ്യാനും നല്ലതാണ്. ഇപ്പോൾ ഒരു വൈകിട്ട് 3 മണിയായേ. എങ്കിലും റോഡിൽ തിരക്കൊക്കെ ഉണ്ട്. പച്ചക്കറിക്കാരെല്ലാം അടച്ചേച്ച് പോയി. പക്ഷെ വണ്ടിയുടെയൊക്കെ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നില്ലേ? ഇപ്പോൾ 1 മണിക്കൂറൂടെ കഴിയുമ്പം എല്ലാവരും പച്ചക്കറി കൊണ്ടുവന്ന് വിൽക്കാൻ തുടങ്ങും. അതിനകത്ത് അത് നല്ലൊരു ചെത്തിയിടുക. എന്തൊരു മാംസം അതിനകത്തൊക്കെ. ഞാൻ ചെത്തി തരണോ ദിവസം? അങ്ങനല്ല നാരങ്ങ ഇത് നെല്ലിക്ക ഇടുന്ന കേട്ടോ. അതിന്റെ നടുക്കൂന്ന് ഓരോ വര വരഞ്ഞു കൊടുത്താൽ അത് മാംസം മൊത്തമായിട്ട് ഇളകി വരും. ദിവസം മാംസം മൊത്തം വേസ്റ്റ് ചെയ്യുക. മാംസമല്ല, ദശ ഇത്തിരി വേസ്റ്റ് ആവുന്നുണ്ട് ദിവസം. അടിയിലോട്ട് കട്ട് ചെയ്യാം. അത് വരുമെന്നേ നല്ല രീതിയിൽ കട്ട് ചെയ്താലോ. മാറി, ഞാൻ കട്ട് ചെയ്ത് തരാം. ഞാൻ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കട്ടെ. അപ്പോൾ നെല്ലിക്ക നിങ്ങൾക്ക് എത്ര അളവ് വേണോ അതനുസരിച്ച് എടുക്കാമേ. ഇതിപ്പോൾ ഒരു 9 നെല്ലിക്ക എടുത്തിട്ടുണ്ട്. ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ എടുത്തതാ. ഒരു 9 നെല്ലിക്ക ഉണ്ടെങ്കിൽ ഒരു 6-7 കൊച്ചുള്ളി എടുക്കാം. ഇനി കൊച്ചുള്ളി ഇല്ലാത്തവർക്ക് സവാളയുള്ളി എടുക്കാം. നിങ്ങളുടെ അളവിനനുസരിച്ച് ഉള്ളി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാമേ. ഞങ്ങൾ ഇന്നലെ രാത്രിയിൽ ഉണ്ടാക്കിയത് ഒരു 3 4 നെല്ലിക്ക ഇട്ട് 2 3 കൊച്ചുള്ളി ഇട്ടുണ്ടാക്കി നല്ല ടേസ്റ്റായിരുന്നു. ഇതിപ്പം വെറുതെ കഴിക്കാനും ടേസ്റ്റായിട്ട് ഇച്ചിരി കൂടുതൽ ഉണ്ടാക്കുന്നതേ ഉള്ളൂ. അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ. പിന്നെ ഉപ്പ് ഇട്ടിട്ടുണ്ട്, കാരണം ഉപ്പ് കുറച്ച് മതി. ഓൾറെഡി നെല്ലിക്ക ഉപ്പിനകത്ത് കിടന്ന് ഉപ്പ് പിടിച്ചതാണ്. അപ്പോൾ അതനുസരിച്ച് ഉപ്പ് ചേർക്കാവൂ. മുളക് പൊടി ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടുള്ളൂ. 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ടുള്ളൂ. ബാക്കി മുളക് പൊടിയും കൂടി ഇടും. എരി നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച്. ഇതിപ്പോൾ 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ്, അധികം എരി ഇല്ലാത്തതാണ്. പിന്നെ ഒരു കുഞ്ഞ് കഷ്ണം
ഇഞ്ചിയും അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ആണോ? വെളിച്ചെണ്ണ ഒരു ശകലം ഒഴിക്കുവാണേ. ഇനി നമുക്ക് നിങ്ങൾക്ക് അരകല്ലുണ്ടെങ്കിൽ അരകല്ലിൽ ചതച്ചെടുക്കാം. അങ്ങനെ ചതച്ചെടുക്കാൻ വല്ല വേറെ കല്ലൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഞങ്ങളിതിപ്പോൾ ചെയ്യുന്നത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് മിക്സിയുടെ ജാറിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാവേ. ഇങ്ങനെ ഇതിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി വേറെ പാത്രത്തിൽ ഇട്ടിട്ട് ഇങ്ങോട്ട് വാരി ഇട്ടെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ജാറിൽ തന്നെ ഇതിട്ടെല്ലാം ചെയ്യാം കേട്ടോ. ഉപ്പും വെളിച്ചെണ്ണയും മുളക് പൊടിയും ഒക്കെ അതിൽ തന്നെ ഇരുന്നങ്ങ് ചെയ്താൽ മതി. അപ്പോൾ ഒറ്റ കരിയാപ്പല, കരിവേപ്പില ഇത്രയും മതി. കറിവേപ്പിലയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്തോ, വേണം കൂടുതൽ വേണമെങ്കിൽ. ഇത് ഒത്തിരി അങ്ങ് ഭസ്മം പോലെ ആവണ്ട കേട്ടോ, ഇത്രയും മതി. ഇതിനേക്കാൾ കുറച്ചുകൂടി തുക്കടയായിട്ട് പീസായിട്ട് കിടക്കണമെന്നുള്ളൊരു അങ്ങനെ ചെയ്തോണേ. ഇതിന്റെ മിക്സിങ് ചാർജ് അടിക്കാതെ. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. വീണ്ടും പുതിയ വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലെസ് യു.